സിദ്ദിഖാപ്പന്റെ ഹിറ്റ് സ്ക്വാഡിനെ കുറിച്ചുള്ള നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. സിദ്ദിഖാപ്പന്റെ ഹിറ്റ് സ്ക്വാഡ് ദില്ലി ഹിന്ദു നേതാക്കളെ കൊല്ലാൻ പദ്ധതിയിട്ടതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഹിറ്റ് സ്ക്വാഡ് ഡൽഹി ഹിന്ദു നേതാക്കളെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നത് 2020 ഡിസംബർ 3-ന്. സിദ്ദിഖാപ്പന്റെ നിർദ്ദേശപ്രകാരം അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഉൾപ്പെട്ട PFI ഹിറ്റ് സ്ക്വാഡാണ് ഹിന്ദു നേതാക്കളെ കൊല്ലാൻ പദ്ധതിയിട്ടത്. ഹിന്ദു നേതാക്കളായ കപിൽ മിശ്ര, പർവേസ് വർമ്മ തുടങ്ങിയവരായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 2020 സെപ്റ്റംബർ ആദ്യ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. NIA സംഘത്തോട് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ആസൂത്രകനാണ് സിദ്ദിഖാപ്പൻ. 2020 ഒക്ടോബർ 4-ന് ഹത്രാസ് കേസിൽ സിദ്ദിഖാപ്പൻ പിടിയിലായതോടെയാണ് ഡിസംബർ 3-ന്റെ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചത്. ദില്ലി കലാപം അടിച്ചമർത്തിയതിലുള്ള പ്രതികാരമായാണ് ഹിന്ദു നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടത്. ദില്ലിയിലെ PFI നേതാക്കളായ പർവേസ് അഹമ്മദ്, മുഹമ്മദ് ഇലിയാസ്, അബുൽ മുഖീദ് എന്നിവരുമായി സിദ്ദിഖാപ്പനും KP കമാലും ഇത് സംബന്ധിച്ച് രഹസ്യ ചർച്ച നടത്തിയതായും വിവരങ്ങളുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6-നാണ് ആദ്യം പദ്ധതിയിട്ടത് എങ്കിലും അന്നേ ദിവസം സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കും എന്നതിനാൽ 3-ലേക്ക് മാറ്റുകയായിരുന്നു. ഹിറ്റ് സ്ക്വാഡിന് വാഹനങ്ങളും ഒളിത്താവളവും ഏർപ്പാട് ചെയ്യാൻ ദില്ലി PFI നേതാക്കളെ ചുമതലപ്പെടുത്തി. ഇതിനാവശ്യമായ ഫണ്ടും ഏർപ്പാട് ചെയ്തിരുന്നു. NIA ED കേസുകളിൽ പിന്നീട് അറസ്റ്റിലായ ദില്ലി PFI നേതാക്കൾ ഇപ്പോൾ തിഹാർ ജയിലിലാണ്. സിദ്ദിഖാപ്പൻ ഹിറ്റ് സ്ക്വാഡിന് നൽകിയത് 25 ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ്. രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ നീക്കം നടത്തിയ വൻ ഗൂഢാലോചനാ യോഗം നടന്നത് മലപ്പുറത്ത് മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പിൽ. നിർണായക വിവരങ്ങൾ ഉൾപ്പെട്ട ഡയറി സിദ്ദിഖാപ്പന്റെ കൂട്ടുപ്രതി ബദറുദ്ദീനിൽ നിന്ന് NIA കണ്ടെത്തി. 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന PFI ഹിറ്റ് സ്ക്വാഡ് ലീഡർമാരുടെ യോഗത്തിൽ സിദ്ദിഖാപ്പൻ അവതരിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ 25 ഹിന്ദു സംഘടനാ നേതാക്കളുടെ പേര് വിവരമുള്ള ഹിറ്റ് ലിസ്റ്റായിരുന്നു. ദില്ലി കലാപത്തിലേറ്റ തിരിച്ചടിക്ക് പുറമെ UPയിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട 23 മുസ്ലിങ്ങളുടെ ചോരയ്ക്ക് പകരം വീട്ടണമെന്നാണ് സിദ്ദിഖാപ്പൻ രഹസ്യയോഗത്തിൽ നിർദ്ദേശിച്ചത്. ഈ സിദ്ദിഖാപ്പനെയാണ് ഇസ്ലാമിക് മീഡിയകളും ചില തീവ്ര നിലപാട് മാധ്യമ സംഘടനകളും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചത് എന്ന് ഓർക്കണം. സിദ്ദിഖാപ്പന് കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും സമാന ചിന്താഗതിക്കാർ സ്വീകരണം നൽകി. സിദ്ദിഖാപ്പന് ഭീകരവാദ കേസ് നടത്താൻ കോടിക്കണക്കിന് രൂപ ഒഴുകി എന്നതും പണം സമാഹരിച്ചതും ഇപ്പോൾ വിവാദ വിഷയങ്ങളാണ്. PFI ഉത്തരേന്ത്യൻ കമാൻഡർ KP കമാൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കൊല്ലാൻ തയ്യാറായ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വിശദ വിവരങ്ങളും കാപ്പൻ അവതരിപ്പിച്ചു എന്ന് 2021 ഫെബ്രുവരിയിൽ ലക്നൌവിൽ UP ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ ഹിറ്റ് സ്ക്വാഡ് തലവൻ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീന്റെ ഡയറിയും പെൻഡ്രൈവും പരിശോധിച്ചപ്പോഴാണ് വെളിപ്പെട്ടത്. ചോദ്യം ചെയ്യലിൽ ബദറുദ്ദീനും ഒപ്പം പിടിയിലായ ഫിറോസ് ഖാനും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. UPയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളുടെ പട്ടികയും അവിടുത്തെ ലോക്കൽ PFI നേതാക്കളുടെ വിവരങ്ങളും ഡയറിയിലും പെൻഡ്രൈവിൽ നിന്നും കണ്ടെടുത്തു. ബദറുദ്ദീനും ഫിറോസ് ഖാനും UPA ATSന്റെ പിടിയിൽ ആയിരുന്നു എങ്കിൽ ഉത്തരേന്ത്യയിൽ വലിയ ഭീകര ആക്രമണങ്ങളും കലാപങ്ങളും അരങ്ങേറേണ്ടതായിരുന്നു. ഭീകരാക്രമണ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു സിദ്ദിഖാപ്പൻ. ഇതിനാവശ്യമായ പണം എത്തിക്കേണ്ട ചുമതല ഖത്തറിലെ ഷെൽ കമ്പനിയുടെ മറവിൽ ഹവാല ഇടപാട് നടത്തിയിരുന്ന അഞ്ചൽ സ്വദേശി റൌഫ് ഷെരീഫിനും. ലക്നൌവിൽ പിടിയിലാകുന്നതിന് മുൻപ് ബദറുദ്ദീനും ഫിറോസ് ഖാനും കൊൽക്കത്ത വഴി ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനയിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു ശേഖരവും തോക്കുകളുമായി ലക്നൌവിൽ എത്തിയപ്പോഴാണ് ഇവർ പിടിയിലായത്. സ്ഫോടനം നടത്താനുള്ള ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ, ബാറ്ററി, പെൻഡാ എറിത്രിട്ടോൾ, ടെട്രാ നൈട്രേറ്റ് എന്നിവയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. കുറ്റസമ്മതം നടത്തിയ ബദറുദ്ദീന്റെ മൊഴിയുടെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: ഹിന്ദി അറിയാം എന്നതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് എനിക്ക് നൽകിയത്. PFI ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്കായി ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാനും ഫിറോസും പരിശീലനം നൽകിയിട്ടുണ്ട്. PFIക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള യുവാക്കളെ തിരഞ്ഞെടുത്താണ് പരിശീലനം നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.